ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേഴ്സ്. ഗൈസ്, നമ്മൾ വന്നിരിക്കുന്ന ഒരു ഫിഷിംഗ് ട്രാപ്പ് ഒക്കെ സെറ്റ് ചെയ്താണ്. കഴിഞ്ഞ വട്ടം നമ്മളൊരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് അപ്പം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ആ വീഡിയോ. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വട്ടം നമ്മൾ ഇതൊക്കെ സാധനം സെറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മുടെ ഇന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മാത്രമല്ല, ഇത് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആ സാധനമൊക്കെ കാണിച്ചു തരാം. ബാ. ഫ്രണ്ട്സ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിംഗ് ട്രാപ്പ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഫിഷിംഗ് ട്രാപ്പ്. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ആ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ്. നമ്മൾ ഈ ഫാനിൻ്റെ പ്രൊട്ടക്റ്ററായിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് ഈ വെച്ചിരിക്കുന്നത്. നമ്മൾ ആക്രിക്കടലൊക്കെ പോയി സാധനം കിട്ടും. അധികം പൈസ ഒന്നും കൊടുക്കണം, അധികം പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പം നമ്മളത് മറ്റേ ഇലക്ട്രിക് കടലൊക്കെ കിട്ടുന്ന ടൈ വെച്ച് അടിച്ച് വെച്ചേക്കാണ്. ഇത് മെഷാണ്. മെഷിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര വാങ്ങിച്ചപ്പോൾ ഒരു 300 സംതിങ് രൂപയായി. അപ്പം ഇത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാമല്ലോ. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എപ്പോഴും നമുക്ക് മീനെ പിടിക്കണോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല, ഇത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സംഭവത്തിലായിട്ട് സെറ്റ് ചെയ്യാം. കുറച്ച് നേരം ഒരു കാക്കി അലക്കുന്നുണ്ട്, അത് നിർത്തിയെന്ന് തോന്നുന്നു പരിപാടി. അപ്പം ഇത് നമ്മൾ മെഷൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ടൈ ഒക്കെ അടിച്ച് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കോപ്പിക്കോ മുട്ടായിയുടെ ഇതും അതുപോലെ ടൈ അടിച്ച് വെച്ചേക്കാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ പ്രൊട്ടക്ടറും കൂടാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ മീനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള തീറ്റയും കാര്യങ്ങളും കോഴിക്കോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ സാധനമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മളെ ഈ മീനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി തീറ്റ ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് നമ്മൾ കപ്പയൊന്ന് കുഴയ്ക്കുകയാണ്. കപ്പ കല്ലിലിട്ട് ഉരച്ചിട്ട് കപ്പയായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. വീട്ടിൽ നിന്ന് മിക്സിയിൽ അരച്ച് വന്നാൽ മതിയായിരുന്നു, ഞാൻ മറന്നുപോയി. ഈ കാണുന്ന വെള്ള കളർ കപ്പയൊന്നും അല്ല കേട്ടോ, മൈദയുടെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് കാണുന്ന മതി. അപ്പോൾ ഈ നമ്മൾ കപ്പയാണ് കുഴച്ച് വെച്ചാൽ വീട്ടിൽ നിന്ന് കുഴച്ചുകൊണ്ട് വരാൻ മറന്നത്, അതുകൊണ്ട് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഈ നിങ്ങൾ കാണുന്നുണ്ട് ഈ പ്ലാസ്റ്റിക്കൊക്കെ നമ്മളിവിടെ ഇട്ടിട്ട് പോകാനുള്ള പരിപാടിയാണോ? അങ്ങനല്ല, ഞങ്ങൾ കൊണ്ടുവന്ന മാലിന്യം, അതായത് പ്ലാസ്റ്റിക് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞങ്ങളത് കൊണ്ടുപോയി തന്നെ ഇരിക്കും. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് കണ്ടു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കല്ല. കഴിഞ്ഞ വട്ടം നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു കുപ്പിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനല്ല, ഞാൻ ആ കുപ്പി തിരിച്ച് കൊണ്ടുപോയി ചെയ്തത്. മാത്രമല്ല, അവിടെ വന്ന് കുറച്ച് വേസ്റ്റ് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടാണ് ആ റോഡ് സെറ്റായി. അപ്പം ഇനി എപ്പോഴും സമയമുണ്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം, ആ റോഡിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മൾ മൈദ ഇടാൻ പോവാണ്. മൈദ ഇട്ട് കുറച്ച് സംഭവമുണ്ട്. അധികം വെള്ളം കൂടി പോകാത്ത രീതിയിൽ വേണം ചെയ്യാൻ, കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഉള്ള മൈദ മൊത്തം കറക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഈ ഒത്തിരി മൈദ എടുത്ത് ഒത്തിരി വെള്ളം എടുക്കുകയാണെങ്കിൽ കുഴഞ്ഞങ്ങ് പോവും. കഴിഞ്ഞ വട്ടം നമുക്ക് അതുകൊണ്ടാണ് മീനും കിട്ടാഞ്ഞ് ഈ വെള്ളത്തിലോട്ട് അഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ ഇത് സെറ്റായി. ഇനി മുട്ടയും കൂട്ടിച്ചൊഴിച്ച് ആ മൈദ കുഴയാനുള്ളൊരു ലെവലാക്കി എടുക്കണം. ഇതെങ്ങനെ പൊട്ടിക്കിപ്പോൾ? അപ്പോൾ മൈദ ഇട്ടതിന് ശേഷം ഇത് പൊട്ടുന്നില്ലേ. അപ്പോൾ നമ്മൾ അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ മുട്ട ഇട്ടു. കാക്ക പിന്നെയും വന്നു. നല്ലപോലെ കുഴയ്ക്കുക. മതി, വീഡിയോ എടുത്താൽ മതി. നശിപ്പിച്ച് പെട്ടെന്ന് പൊടി അങ്ങോട്ട് എടുക്കും. പൈസ നമ്മൾ 2 മുട്ടയാണ് പൊട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പം മൈദ ഇത്തിരി കൂടുതലാണ് നമ്മളെടുത്ത്, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓഫ് ചെയ്തോ. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന തീറ്റയിലോട്ട് പെല്ലറ്റാണ് ഈ കിടക്കുന്നത്. പെല്ലറ്റ് നമ്മൾ കുറച്ച് ഡയറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് പൊടിച്ചിടുകയാണ്. ഇതും കൂടെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മീൻ കൊടുക്കാനുള്ള തീറ്റയൊക്കെ സെറ്റാക്കി വെച്ചു. പെല്ലറ്റും കോഴിമോട്ടലും ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ കോഴിക്കുടലിടണം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ മീനൊക്കെ ഒന്ന് കൊത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ തീറ്റ എങ്ങിട്ട് കൊടുക്കണം. തേച്ച് വെച്ചേക്കാം.
അപ്പം ഇനിയിപ്പം കോഴിയുടെ കുടലാണ് എടുക്കുന്നത്. കൈ കൊണ്ട് എടുക്കണ്ട. കൈ കൊണ്ട് എടുക്കുന്നില്ല. അയ്യോ എന്ത് കുത്തിച്ചാരി കുത്ത്. അപ്പോൾ കോഴി കുടലും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറിയിട്ട് അതത്ര മൊത്തം ഇടറാ ഇത്രയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വാക്കിനെ വാങ്ങിച്ചു. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. കയറി കിട്ടി നേരെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. കയറുള്ളതിനൊക്കെ കെട്ടുകയാണ്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. സെൻട്രിൽ കൂടെ കയറ്റിയെടുത്തു. കോഴിക്കോടലിനെ ഒന്നും ഭയങ്കര അതന്നെ. കയറ്റി തിരിച്ചെടുക്കാൻ പാടായിരിക്കില്ല. ചെറിയൊരു കമ്പ് കിട്ടിയിരുന്നു എല്ലാവരും. ഫിഗർ ഓഫ് 8 ഇങ്ങനെ എടുക്കാമെന്ന് നോക്കിയേ. അത് റെക്കോർഡ് ചെയ്യാനുള്ള വെള്ളത്തിലേക്ക് ഇടാൻ പോകണം. എന്താണ് അങ്ങോട്ടാണ് ഇടാൻ പോകുന്നത്. അങ്ങോട്ടല്ലേ? അതെ ഇട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. Few moments later. ഒന്ന് വലിച്ചിടാൻ നമുക്ക് നോക്കാം. ഗൈസ് നമ്മൾ മീൻ കയറിയിട്ടുണ്ടോന്നല്ല നോക്കുകയാണ്. ഇട്ടിട്ട് എത്ര ഈ 10-20 മിനിറ്റ് എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അടിയാ പൊങ്ങി വന്നത്. കുഴപ്പമുണ്ടോ? നീ മീനെല്ലാം ഊറ്റി കളയുമോ? എടാ എൻ്റെ കുറ്റമല്ല. ഉണ്ടോ? ഇതെല്ലാം കാണും. ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഒന്നും കാണുന്നില്ലല്ലോ. പോയാ ഒന്നും ഇല്ലെന്നാണ്. ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിയുടെ അല്ലാതെ മീന് കൊടുക്കാനുള്ള തീറ്റ അത്